മെയ് 1 ഭീകരവിരുദ്ധ ദിനമായി ആചരിച്ച ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് സമിതി ഇതിന്റെ ഭാഗമായി ഇരുചക്ര വാഹന റാലിയും ജനജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സഞ്ജയൻ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 1 ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹന റാലിയും ജനജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിനും മാറാട് നടന്ന കൂട്ടക്കൊലയ്ക്കുമെതിരെ ജനമനസ്സിലെ ജാഗ്രത ഉയർത്തുന്നതിനായി നടത്തിയ ജനജാഗ്രതാ സദസ്സ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കൊച്ചി ചെറളായിൽ നിന്നും ആരംഭിച്ച ഇരുചക്ര വാഹന റാലിക്ക് തോപ്പുംപടി ജംഗ്ഷനിൽ ഹിന്ദു ഐക്യവേദി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ആഭ ബിജു അഭിവാദ്യമർപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്ത റാലി പള്ളുരുത്തി കച്ചേരിപ്പടി ചുറ്റി മരുന്നുകട ബസ് സ്റ്റോപ്പിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന ജനജാഗ്രതാ സദസ്സ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായി ആസൂത്രണം ചെയ്യപ്പെട്ട 2 കൊലപാതകങ്ങൾ ഹൈന്ദവ കൂട്ടക്കൊലയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്നും ഇന്നും നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ അന്നും ഇന്നും ജനാധിപത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ സംസാരിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 2 ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ചേട്ടൻ പറഞ്ഞ തന്നെയാണ് കാര്യം. ഒന്ന്, ഭാരതത്തിനകത്തുള്ളവർ മതത്തിൻ്റെ പേരിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മറവിൽ അതിനുശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മാറാട് സംഭവമൊക്കെ വെക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കിട്ടിയ അവസരങ്ങളില്ല, അത് മാപ്പിളകളെ എടുത്താലും നമുക്ക് അത് തന്നെയാണ്, തെരഞ്ഞു പിടിച്ച് തന്നെ കൊല്ലുകയാണ്. സംഭവം ലേബലൊക്കെ വേറെയാണ്. നമ്മളും പഠിച്ചു, അതിനകത്ത് നമ്മൾ വിളിച്ചത് നമ്മൾ മാപ്പിളകളെ വിളിച്ചു, സ്വാതന്ത്ര്യ സമരത്തിൽ പെൻഷൻ കൊടുത്തത്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ചിന്താധാരകളെയൊക്കെ ചരിത്രത്തോട് തെറ്റായി പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ കൊന്നൊടുക്കുകയായിരുന്നു. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് പ്രസിഡന്റ് ടി പി പത്മനാഭന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രാജേഷ് മോഹൻ ആമുഖ പ്രഭാഷണവും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി എസ് ശ്യാംകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന എംഎൽഎമാർ, അത് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള എംഎൽഎമാരായിക്കൊള്ളട്ടെ, വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള എംഎൽഎമാരായിക്കൊള്ളട്ടെ, ഒരക്ഷരമുറിയാടുവാൻ കൂട്ടക്കുരുതിക്ക് വിധേയമായ അക്രമത്തിനിരയായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഒരക്ഷരമുറിയാടുവാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമോ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള വലതുപക്ഷ ഇടതുപക്ഷത്തിലുള്ള ഒരു എംഎൽഎമാര് പോലും തയ്യാറായിരുന്നില്ല എന്ന ഒരു സത്യമാണ്. മതഭീകരവാദികളെ ഭാരത മണ്ണിൽ നിന്നും തുടച്ചു നീക്കുന്നതുവരെ സന്ധിയില്ല പ്രതിരോധം തീർക്കുമെന്ന് ശ്യാംകുമാർ മുന്നറിയിപ്പ് നൽകി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ ക്യാപ്റ്റൻ സുന്ദർജി, എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ആഭ ബിജു, താലൂക്ക് ജനറൽ സെക്രട്ടറി പി മനോജ്, മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസീദാസ്, BJP സംസ്ഥാന സമിതി അംഗം PK സുദേവ്, റോഷൻ, ദിലീഷ്, ഹരീഷ്, RSS കാര്യകർത്താക്കളായ സാജൻ, അമൽ, സതീശൻ, ലോബാസൻ, വിഷ്ണു ആചാർ, ഷാജി, വെങ്കിടേഷ് ബാളിക, വസന്ത് അജയൻ, പ്രശാന്ത്, ഹരി, മോഹൻ, ശശീന്ദ്രൻ, അജയ് ഘോഷ്, ബാബു, മോഹനൻ, മംഗളൻ, ധനീഷ്, BMS നിർമ്മാണ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു സരോവരം, കൊച്ചി താലൂക്ക് സംഘടനാ സെക്രട്ടറി PV ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 4 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന +2 കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി, PG, ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും സ്പെഷ്യൽ ട്യൂഷൻ ഫോർ +2, BCom, BSc. ദീപ കോളേജ്, തോപ്പുംപടി, എറണാകുളം, കാലടി, ചേർത്തല.